ADN ബിസിനസ് കൺസൾട്ടൻസ് എന്ന ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ ഒരു സ്ഥാപനത്തിൻ്റെ പേര്, അതാണ് ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു സ്ഥാപനത്തിൻ്റെ പേര് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. ആ ഒരു പേര് നമ്മൾ MCAയുടെ സൈറ്റിൽ, അതായത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് എന്നുള്ള ആ ഒരു സൈറ്റിൽ നമ്മൾ ചെക്ക് ചെയ്യും ഇങ്ങനെ ഒരു പേര് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഒരു സ്ഥാപനത്തിൻ്റെ പേര് പറയുകയാണ്, ഇന്ന സ്ഥാപനം എനിക്ക് രജിസ്റ്റർ ചെയ്യണം. നമ്മൾ ആദ്യം ആ ഒരു സൈറ്റിൽ ഓൾറെഡി ആരെങ്കിലും ആ ഒരു പേര് എടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുക. അതിനുശേഷമാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ഒരു കാര്യം അതെല്ലാവരും ചെയ്യുന്നതാണ്. കാരണം MCAയുടെ സൈറ്റിൽ പോയിട്ട് ആ ഒരു പേര് അവൈലബിൾ അല്ല എങ്കിൽ ആ ഒരു പേരിൽ കമ്പനി നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത്രയേ പല ആളുകളും ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങളൊരു കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ നാളെ അതൊരു ബ്രാൻഡായിട്ട് മാറ്റേണ്ടതാണെങ്കിൽ നിങ്ങൾ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ ഒരു പേരിടുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ഒന്ന്, MCAയുടെ സൈറ്റിൽ മാത്രമല്ല നിങ്ങളിത് ചെക്ക് ചെയ്യേണ്ടത്, ട്രേഡ് മാർക്കിൻ്റെ സൈറ്റിൽ കൂടെ എന്ത് ചെയ്യണം, ഈ ഒരു പേര് ഓൾറെഡി, അതായത് നിങ്ങളുടെ ബിസിനസ് കാറ്റഗറി ഏതാണോ ആ ഒരു കാറ്റഗറിയിൽ വേറെ ആരെങ്കിലും ട്രേഡ് മാർക്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിൽ പിന്നെ ആ ഒരു പേര്, അതല്ലെങ്കിൽ അത് വളരെ സാമ്യമായിട്ടുള്ള ഒരു പേര് ട്രേഡ് മാർക്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പേരായിട്ട് കണ്ടിന്യൂ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ട്രേഡ് മാർക്ക് മാത്രമല്ല നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്, ആ ഒരു പേരിൽ നമുക്ക് ഡൊമൈൻ അവൈലബിൾ ആണ്. അതായത് ഒരു ബ്രാൻഡായിട്ട് നിങ്ങൾ മാറണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് നിർബന്ധമായിരിക്കും. നിങ്ങളൊരു കമ്പനി രജിസ്റ്റർ ചെയ്തു, ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തു, അതിനുശേഷമാണ് നിങ്ങളൊരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ വെബ്സൈറ്റ്, ആ ഒരു പേര് വേറെ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആ ഒരു പേര് കിട്ടി, പിന്നെ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് അതല്ലെങ്കിൽ വലിയതായ .com നിങ്ങൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ അതിൽ ഓൾറെഡി ആരെങ്കിലും ആ ഒരു പേര് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥാപനത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ADN LLP എന്നുള്ള പേര് ഞാൻ എൻ്റെ വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്തതാണ്. ADN LLP അത് വളരെ ഷോർട്ടാണ്. ഇതൊരു പാർട്ടിയോടും പറയാം, നിങ്ങൾക്ക് എൻ്റെ വെബ്സൈറ്റ് ADN LLP അതിൽ കയറി കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഏതൊരു പാർട്ടിയോടും പറയാൻ പറ്റും. പക്ഷേ ആ ഒരു പേര് ഞാൻ നോക്കാതെയാണ് വെബ്സൈറ്റ് അതല്ലെങ്കിൽ എൻ്റെ കമ്പനി ഞാൻ ചെയ്തിട്ടുള്ളത് എങ്കിൽ എനിക്കുള്ള ബുദ്ധിമുട്ട് പിന്നെ ആ ഒരു പേര് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ADN ബിസിനസ് കൺസൾട്ടൻസ് എന്നുള്ള വലിയൊരു പേര് എന്ത് ചെയ്യേണ്ടി വരും, രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ അതിലൊക്കെ അത് ആദ്യം തന്നെ എന്ത് ചെയ്യുകയാണ്, നമ്മൾ വെബ്സൈറ്റും കൂടി അതിൻ്റെ ഒപ്പം ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് വെറി ചെയ്യേണ്ട പേരിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. MCAയുടെ സൈറ്റിൽ ഓക്കെയാണ്, ട്രേഡ് മാർക്ക് ഓക്കെയാണ്, വെബ്സൈറ്റ് ഓക്കെയാണ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു വെറി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ്, നിങ്ങളൊരു സ്ഥാപനം കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്തിനാണ് നമ്മൾ കമ്പനിയായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണത്. നമുക്ക് എന്ത് ചെയ്യുമോ, ഇൻഡിവിജ്വലായിട്ട് ബിസിനസ് ചെയ്തുകൂടെ, അതല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പായിട്ട് ചെയ്തുകൂടെ, LLP ആയിട്ട് ചെയ്തുകൂടെ. എന്തുകൊണ്ട് നമ്മൾ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുന്നു? കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മുടെ ബാധ്യത എന്ന് പറയുന്നത് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് ലിമിറ്റഡ് ആണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ LLPയുടെ കേസിനും പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ 2 ലക്ഷം രൂപ കൊണ്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങളൊരു പ്രൊജക്റ്റ്, നിങ്ങളൊരു ബിസിനസ്സിൻ്റെ ഒരു പ്രൊജക്റ്റ് നിങ്ങൾ കാണിച്ചുകൊണ്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണ്. ഒരു ഉദാഹരണം പറയുകയാണ്, വലിയൊരു എമൗണ്ട് ലോൺ എടുത്തു, ഒരു 50 ലക്ഷം ലോൺ എടുത്തു. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആകെ 2 ലക്ഷം, ഒരു 50 ലക്ഷം നിങ്ങൾ ലോൺ എടുത്തു. ആ ഒരു ബിസിനസ് റൺ ചെയ്യുകയാണെങ്കിൽ മിനിമം 50 ലക്ഷമാണ്. ഓക്കെ, നിങ്ങൾ ആ ബിസിനസ് അവിടെ ബാങ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, എങ്ങനെ ഇങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയാണ് ടേൺ ഓവർ, നമുക്ക് ഇത്ര ടേൺ ഓവർ വന്നാൽ ഇത്ര എക്സ്പെൻസ് ആക്കി ഇത്ര നമുക്ക് പ്രോഫിറ്റ് വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യും, ലോൺ എടുത്തിട്ടുണ്ടാവുക. ഒരു പക്ഷേ ആ ഒരു ബിസിനസ് ഫെയിലിയർ ആയി എന്ന് വിചാരിക്കാം. ഫെയിലിയർ ആകുമ്പോൾ നമുക്ക് ഈ 50 ലക്ഷം പ്ലസ് 52 ലക്ഷം നമുക്ക് നഷ്ടം വന്നു. ഈ ഒരു 52 ലക്ഷം വന്നു. നോർമൽ ഒരു പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഓണർ എന്ത് ചെയ്യണം, ഇതിൻ്റെ മുഴുവൻ എമൗണ്ട്, അതായത് 2 പാർട്ട്നേഴ്സ് ആണെങ്കിൽ അവരെ പേഴ്സണൽ പ്രോപ്പർട്ടി വെച്ചിട്ട് വേണം ബാങ്കിലെ കടം തീർക്കാൻ, അല്ലെങ്കിൽ ബാങ്കുകാർ നിങ്ങളെ വീട്ടിൽ വന്നിരിക്കും. അപ്പോൾ ഇതാണ് നോർമൽ ഒരു പ്രൊപ്പറേറ്റർഷിപ്പ് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ കമ്പനി ആയിട്ടോ അല്ലെങ്കിൽ LLP ആയിട്ടൊക്കെ രജിസ്റ്റർ ചെയ്താൽ അഡ്വാൻറ്റേജ്, നമ്മൾ നഷ്ടം വന്നു കഴിഞ്ഞാൽ ബാങ്ക് ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ പ്രോപ്പർട്ടി ജപ്തി ചെയ്യാൻ വരില്ല. അതിനുള്ള വകുപ്പ് അവർക്കില്ല. കാരണം ഇതൊരു കമ്പനിയാണ്. അവർക്ക് കമ്പനിയുമായി എന്ത് ചെയ്യാം, കമ്പനിക്കെതിരെ കേസ് കൊടുക്കാം എന്നതേ ഓപ്ഷനുള്ളൂ. അതല്ലാതെ നിങ്ങളെ അതിൽ ആരൊക്കെയാണ് ഡയറക്ടർ, അവരെ പേഴ്സണൽ പ്രോപ്പർട്ടിയോടെ വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് വരുന്ന നഷ്ടം എന്താണ്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് 2 പേരും ഓരോ ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു, ആ എമൗണ്ട് പോയി. അതായത് ഞാൻ ഈ പറയുന്നത് ആക്ച്വൽ ലോസ് ആവണം, അതല്ലാതെ ഒരു ഫേക്ക് കമ്പനി ഉണ്ടാക്കിയാണ്ട് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ആക്ച്വൽ ലോസ് ആണെങ്കിൽ നിങ്ങളുടെ ബാങ്കിന് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് വലിയ സ്ഥാപനം ബിസിനസ്സൊക്കെ ചെയ്യുന്ന സമയത്ത് അവരത് ആദ്യം കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത്.
പല ആളുകൾക്കും സംശയമുള്ളൊരു കാര്യമാണ് എന്താണ് കമ്പനി LLP തമ്മിൽ വ്യത്യാസം. കാരണം നേരത്തെ പറഞ്ഞ ഈ ഉദാഹരണത്തിൽ അതായത് നമ്മുടെ ബാധ്യത രണ്ടിൽ കമ്പനിയിലായാലും LLPയിലായാലും ഒരുപോലെ തന്നെയാണ്. അതായത് നമുക്ക് ബാധ്യത ലിമിറ്റഡ് ആണ്. എന്നാൽ എന്താണ് പിന്നെ കമ്പനിയായിട്ട് LLP ആയിട്ട് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം? LLP എന്ന് പറഞ്ഞാൽ അതിൽ പാർട്ട്ണർഷിപ്പ് തന്നെയാണ്, പക്ഷേ അതിൽ ബാധ്യത ലിമിറ്റഡ് ആണ് എന്ന് മാത്രം. അതിൽ ഡീഡിൽ പറയുന്ന പോലെയാണ് ആ ഒരു ബിസിനസ് മുന്നോട്ട് പോകുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ 2 പേര് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കേസിൽ പോലെ 2 പേര് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. 2 പേരും ഓരോ ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ നമ്മൾ എഴുതുന്നത് എന്താണ്? 2 പേരും ഓരോ ലക്ഷമാണ് ക്യാപിറ്റൽ ഉള്ളത്. പക്ഷേ അതിൽ കൂടുതൽ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിൽ ഒരു വ്യക്തിക്ക് 70% പ്രോഫിറ്റ് ഒരു വ്യക്തിക്കും 30% പ്രോഫിറ്റ് ഒരു വ്യക്തിക്കും എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാർട്ട്ണർഷിപ്പ് ഡീഡിൽ നമ്മൾ എഴുതി വെക്കാം. നമ്മൾ എന്താണ് ഡീഡിൽ എഴുതുന്നത് അതിൻ്റെ ബേസിലാണ് പ്രോഫിറ്റ് ഷെയറിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എഴുതിൻ്റെ അതായത് ഇൻവെസ്റ്റ് ചെയ്ത് 2 പേരും ഓരോ ലക്ഷം വീതമാണ് ഇൻവെസ്റ്റ് ചെയ്തത്. പക്ഷേ ഡീഡിൽ നമ്മൾ എഴുതി പോകുന്ന സമയത്ത് പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ നമ്മൾ വ്യത്യസ്തമായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇവിടെ കമ്പനിയുടെ കേസിൽ കൂടുതൽ ഷെയർ ആരാണ് ഹോൾഡ് ചെയ്യുന്നത്? അവരാണ് അവർക്കാണ് വോട്ടിംഗ് പവർ കൂടുതൽ. അവരാണ് അതിലെ കമ്പനിയുടെ ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുന്നത്. മറ്റേ ഡീഡിൽ ഇതാണ് ഏറ്റവും വലിയൊരു വ്യത്യാസം എന്ന് പറയുന്നത്. കമ്പനിയുടെ മറ്റൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ റൂള് കമ്പനീസ് ആക്ട് പ്രകാരമാണ് കമ്പനിയുടെ കാര്യങ്ങൾ അതിൻ്റെ ഫയലിങ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അതിന് കമ്പനിക്ക് പ്രത്യേക ആക്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ റൂളും റെഗുലേഷനും ഫോളോ ചെയ്തിട്ടാണ് കമ്പനി മുന്നോട്ട് പോകുന്നത്. കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ മറ്റൊരു അഡ്വാൻറ്റേജ്, നിങ്ങൾക്ക് കമ്പനിയിൽ ഫണ്ട് റൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? നിങ്ങളെ ഷെയർ ഇഷ്യൂ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഫണ്ട് കളക്ട് ചെയ്യാൻ പറ്റും. ഇത് നോർമൽ പാർട്ട്ണർഷിപ്പിലോ LLPയിലൊന്നും ചെയ്യുന്നതിൽ പരിമിതികളാണ്. കാരണം പാർട്ട്ണർഷിപ്പിലാകുമ്പോൾ അദ്ദേഹത്തെ ഒരു പാർട്ട്ണർ ആക്കണം. അതിൻ്റെ നമുക്ക് എത്രയാണോ എമൗണ്ട് വേണ്ടത് അതിൻ്റെ ആ ഒരു എമൗണ്ടിനുള്ള മൂല്യത്തിലുള്ള ഷെയർ ഇഷ്യൂ ചെയ്താൽ മതി. മറ്റേ പാർട്ട്ണർഷിപ്പ് ആകുമ്പോൾ നമ്മൾ ഡീഡ് ചെയ്യണം, അദ്ദേഹത്തെ ഇതിലൊരു പാർട്ട്ണർ ആക്കണം. മറ്റേത് നമുക്ക് എന്ത് ചെയ്യും? ഒരു ചെറിയ ഷെയർ കൊടുത്താണ്ട് നമുക്ക് വേണ്ട എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതിൽ ഏറ്റവും ഈസി കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്താണ്. അത് വലിയൊരു അഡ്വാൻറ്റേജസ് ആണ്. അതുപോലെ തന്നെ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തതല്ല മറ്റൊരു അഡ്വാൻറ്റേജ്, ഒരു ട്രേഡ് മാർക്ക് നിങ്ങൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് അതുപോലെയുള്ളൊരു അഡ്വാൻറ്റേജ് ആണ്. അതായത് അങ്ങനെ ഒരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിനൊരു വാല്യൂ തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങളൊരു നല്ലൊരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങളതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെന്ന് പറയുന്നതും നിങ്ങളൊരു പ്രൊപ്പറേറ്റർഷിപ്പാണ് അതൊരു വ്യക്തി നടത്തുന്ന സ്ഥാപനമാണെന്ന് പറയുന്നതിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അവരുടെ കാഴ്ചപ്പാട്, അതായത് നിങ്ങളുടെ സ്ഥാപനം കമ്പനിയാണെന്ന് പറയുമ്പോൾ അവർ കാണുന്ന ഒരു കാഴ്ചപ്പാടും ഒരു പ്രൊപ്പറേറ്റർഷിപ്പാണെന്ന് പറയുമ്പോൾ അതിലൊരുപാട് മാറ്റങ്ങൾ. പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് പറഞ്ഞാൽ 5000 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ ഡീഡ് ചെയ്തിട്ട് ഏതൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും? പാർട്ട്ണർഷിപ്പിൽ രജിസ്റ്റർ ചെയ്യുക. പക്ഷേ കമ്പനിയായിട്ട് പോകുമ്പോൾ അത് കമ്പനീൻ്റെ റൂള് പ്രകാരം എന്ത് ചെയ്യണം? സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകണം. അപ്പോൾ അത് ചെയ്തു പോയിട്ടില്ലെങ്കിൽ ഒരുപാട് ഫൈനുകൾ വരാൻ സാധ്യതയാണ്. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അങ്ങനെ ഒരു സ്ഥാപനം ഒരു ഡീലിന് പോകുന്ന സമയത്ത് തീർച്ചയായും ഒരു അഡ്വാൻറ്റേജ് ഈ ഒരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്തുണ്ട്. പിന്നെ ഒരു കാര്യം പറയാം, വളരെ ചെറിയൊരു സംരംഭം, അതായത് ഒരു വ്യക്തി ഒരു സ്റ്റാർട്ടപ്പ് അതായത് വലിയൊരു വിഷനോട് കൂടിയല്ല, നമുക്കൊരു ബിസിനസ് ചെയ്ത് നോക്കാം, അങ്ങനെ അത് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്താലോ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു വളരെ ചെറിയൊരു ടെസ്റ്റിങ്ങിനൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രൊപ്പറേറ്റർഷിപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ആ വലിയൊരു വിഷയമാണ് ഇത് ഇത്ര ലെവലിൽ വളർത്തണം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക? നിങ്ങൾ അതിൻ്റെ സ്പോട്ടിൽ എന്ത് ചെയ്യുക? കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുക. അതല്ലാതെ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ തന്നെ അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയാതെ നേരെ ഒരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഒരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൻ്റേതായ കോസ്റ്റ് അതിന് വരും. എക്സ്പെൻസീവാണ് കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത്. കമ്പാരിറ്റീവ് പ്രൊപ്പറേറ്റർഷിപ്പ് ഇതിനൊക്കെ അപേക്ഷിച്ച് എക്സ്പെൻസീവാണ്. ഒരു വർഷം നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് 15,000 ഒരു കമ്പനിയിൽ ഒന്നും നടന്നിട്ടില്ല എങ്കിൽ പോലും ആ ഒരു എമൗണ്ട് ഇതിൻ്റെ ഫയലിങ്ങിനും കാര്യങ്ങൾക്കും എക്സ്പെൻസ് വരും. ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഈ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ഓക്കെ അല്ലേ എന്ന് ആദ്യം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? നിങ്ങളൊരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്താൽ മതി. ഏറ്റവും ചുരുങ്ങിയത് ആ ഒരു എക്സ്പെൻസ് വരും. കാരണം ഇതിൽ കുറേ ഫോമുകൾ ഫയൽ ചെയ്യാണ്ട് ഇതിൻ്റെ KYC ചെയ്യാണ്ട് അപ്പോൾ ഇതിലൊക്കെ ചെയ്യുന്നത് ചാർട്ടേഡ്. അപ്പോൾ അവരൊക്കെ ഫീസ് ഏറ്റവും ചുരുങ്ങിയത് ആ ഒരു എമൗണ്ട് എന്ത് ചെയ്യേണ്ടി വരും? നമ്മളിതിന് കാണേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങളൊരു കമ്പനി തുടങ്ങുന്നതിനെക്കാട്ടിലും കോസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു കമ്പനി ക്ലോസ് ചെയ്യുന്ന സമയത്ത് വേണ്ടി വരും.
അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ ആദ്യം അതിനെപ്പറ്റി കമ്പനി വേണോ എന്നുള്ള കൃത്യമായി നിങ്ങളെ സ്ഥാപനത്തിന് കമ്പനി രജിസ്റ്റർ ചെയ്യണോ എന്ന് കൃത്യമായൊരു കൺസൾട്ടിങ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങളൊരു കമ്പനി ആയിട്ട്, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്താൽ മതി. ഇനി പ്രൈവറ്റ് ലിമിറ്റഡ് വളരെ ചെറിയ സ്ഥാപനങ്ങളാണെങ്കിൽ നമുക്ക് ടാക്സ് ബെനിഫിറ്റ്, അതായത് ഇൻഡിവിജ്വലായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിട്ട് അതിൽ ഒരുപാട് ടാക്സ് ഇളവുകളുണ്ട്. ഈ ഒരു വ്യക്തിയായിട്ടുള്ള ബിസിനസ് ആണെങ്കിൽ ആ ഇളവുകളൊന്നും എന്ത് ചെയ്യില്ല, കമ്പനിയായി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങളെ സ്ഥാപനം അത്യാവശ്യം നല്ല ടേൺ ഓവർക്ക് പോയാൽ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്തതുകൊണ്ട് ഇന്ന അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് കണ്ടിട്ടല്ലാതെ നിങ്ങൾ വെറുതെ ഒരു കമ്പനി ആയിട്ട് എന്ത് ചെയ്യരുത്, രജിസ്റ്റർ ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, നിങ്ങൾ ഏതൊരു ബിസിനസ് ചെയ്യുന്ന സമയത്ത്, തുടങ്ങുന്ന സമയത്ത് ഏത് കാറ്റഗറി, ഞാനൊരു പാർട്ട്ണർഷിപ്പായിട്ട് രജിസ്റ്റർ ചെയ്യണം, അതിൽ ഞാനൊരു പ്രൊപ്പറേറ്റർഷിപ്പായിട്ട് രജിസ്റ്റർ ചെയ്യണം, ഞാൻ LLP ആയിട്ട് രജിസ്റ്റർ ചെയ്യണം, കമ്പനി ആയിട്ട്, ഇതിലേത് കാറ്റഗറിയാണ് എനിക്ക് ഉചിതം എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് നോക്കിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, നിങ്ങളൊരു കമ്പനി ആയിട്ടോ അതല്ലെങ്കിൽ ഇതിലേത് കാറ്റഗറിയിലാണെങ്കിലും രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു വലിയൊരു നഷ്ടം വരാൻ സാധ്യതയുണ്ട്. പിന്നെ പല ആളുകളും വളരെ റേറ്റൊക്കെ കുറച്ചിട്ട് ഇത് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യും. കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിലല്ല റിസ്ക്, കമ്പനിയുടെ കാര്യങ്ങൾ അതുപോലെ കൃത്യമായി അത് കൊണ്ട് നടക്കുന്നതിലാണ് ഏറ്റവും റിസ്ക്. കാരണം ഇതിൽ ഒരുപാട് ഫയലിംഗ് വരുന്നുണ്ട്, AOC4, MGT7 എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ ഇതിന് ഹ്യൂജ് ഫൈനാണ് വരുന്നത്. അപ്പോൾ ഇത് കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന ഫയലിംഗ് കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം, അതിന് ഇത്ര ഏകദേശം കോസ്റ്റ് വരും, എന്നാൽ കൂടി നമുക്കത് ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിറ്റ് ഉണ്ടോ, അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ ഒരു കമ്പനി നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിലാണ് ഞാൻ ബിസിനസ് ചെയ്യാൻ, എന്താണ് പ്രൊപ്പറേറ്റർഷിപ്പ്, എന്താണ് LLP, എന്താണ് നോർമൽ പാർട്ട്ണർഷിപ്പ്, ഇതിൻ്റെ വ്യത്യാസങ്ങൾ എന്താണ്, ഇതൊക്കെ ഓരോ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമ്പനി ആയതുകൊണ്ട് ഏറ്റവും അഡ്വാൻറ്റേജ് ആണ്, നമുക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റും, നമുക്ക് പുറത്തുനിന്ന് ഫണ്ട് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കൊരു അതിൻ്റെ ഒരു ബ്രാൻഡ് വാല്യൂ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, പ്രൈവറ്റ് ലിമിറ്റഡ് ആകുമ്പോൾ നമുക്ക് കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ബാധ്യത ലിമിറ്റഡ് ആണ്. ഇങ്ങനെ ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് കോസ്റ്റ്ലി ആണ് ഇത് കൊണ്ടുപോകുക. അതുപോലെ തന്നെ നോർമൽ ഇൻഡിവിജ്വൽ ബിസിനസ്സിനെ അപേക്ഷിച്ച് നമുക്ക് ഇതിൻ്റെ എന്താണ് ടാക്സ് ബെനിഫിറ്റ്, അതായത് ഇൻഡിവിജ്വലായിട്ട് ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഇനി ഒരു വ്യക്തികൾക്ക് എന്ത് ചെയ്യണം, കുറച്ച് ടാക്സ് 7 ലക്ഷം വരെയൊക്കെ എക്സെപ്റ്റഡ് ആണ്, ടാക്സ് ഇല്ലാതെ നമുക്ക് IT ഫയൽ ചെയ്യാൻ പറ്റും. ഇവിടെ അങ്ങനത്തെ ഇളവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, കൃത്യമായി എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ പ്രോഫിറ്റിന് നമ്മൾ ടാക്സ് അടിച്ചിട്ട് വേണം ബിസിനസ് ചെയ്യാൻ. ഇനി ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം ഡോക്യുമെൻറ്റ്സുകളാണ് വേണ്ടത് എന്നുള്ളത്. ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം വേണ്ടത് നമ്മൾ നെയിം, എന്താണ് സ്ഥാപനത്തിൻ്റെ പേര്, ആ നെയിം റിസർവ് ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു സ്ഥാപനത്തിൻ്റെ പേര് കണ്ടിട്ടുണ്ടെങ്കിൽ ആ പേര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രേഡ് മാർക്കിൽ ചെക്ക് ചെയ്യും, MCA സൈറ്റിൽ ചെക്ക് ചെയ്യും, അതിൻ്റെ ഡൊമൈൻ അവൈലബിൾ ആണ്. ഈ 3 കാര്യം ചെക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, നമ്മൾ ആ പേര് രജിസ്ട്രേഷൻ കൊടുക്കും. പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിൽ വരുന്നത് അതിൻ്റെ നെയിം റിസർവേഷൻ കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ്, അതിൽ എത്ര ഡയറക്ടേഴ്സാണ്, അപ്പോൾ 2 ഡയറക്ടേഴ്സാണ്, ആ 2 ഡയറക്ടേഴ്സിൻ്റെ ആധാർ കാർഡ് വേണം, പാൻ കാർഡ് വേണം, അതുപോലെ അവരുടെ ഫോട്ടോ വേണം, അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണം. അപ്പോൾ ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അവരുടെ അഡ്രസ് പ്രൂഫായിട്ട് കൊടുക്കാനാണ്. അപ്പോൾ അത് 2 മാസത്തിൽ കൂടുതൽ പഴയതാവരുത്, ലേറ്റസ്റ്റ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ആവണം. പിന്നെ അവരുടെ ഇമെയിൽ ID, മൊബൈൽ നമ്പർ, ഇതാണ് ഒരു വ്യക്തിയുടെ ഡീറ്റെയിൽസ് ആയിട്ട്. ഇനി സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ്, സ്ഥാപനത്തിൻ്റെ അഡ്രസ് പ്രൂഫായിട്ട് റെൻ്റൽ അഗ്രിമെൻറ്റ് വേണം, അതിൻ്റെ ഓണറെ NOC വേണം, അതുപോലെ തന്നെ ഒരു യൂട്ടിലിറ്റി ബില്ല്, അത് KCB ബില്ലാവാം, അതല്ലെങ്കിൽ ടെലിഫോൺ ബില്ലായാലും ഓക്കെയാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും, ഒരുപാട് നൂലാമാലകളുണ്ട് എന്ന് പല ആളുകളും വിചാരിക്കാറുണ്ട്. എന്നാൽ ഡോക്യുമെൻറ്റ്സ് കൃത്യമായിട്ട് ടൈമിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഏകദേശം മാക്സിമം ഒരു 10 ദിവസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു കമ്പനി, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ ഈ ഡോക്യുമെൻറ്റ്സ് ഇപ്പോൾ അതിൽ പറയുന്ന യൂട്ടിലിറ്റി ബില്ല് കിട്ടുന്നില്ല, അതല്ലെങ്കിൽ പാർട്ടിൻ്റെ അതായത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുന്നില്ല, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ആ പാർട്ടി ഇവിടെ നാട്ടില്ല, അങ്ങനെ വരുന്ന ഘട്ടത്തിലാണ് ഇതിൽ സമയം ഡിലേ എടുക്കുന്നത്. അതല്ല എങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ തന്നെ ഒരു പക്ഷേ ഇതിലില്ല ഒരു ഡയറക്ടർ എന്താണ് നാട്ടിലല്ല, അത് NRI ആണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ആ വിസ അവിടെ സീല്, എംബസിൻ്റെ സീല് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, കാര്യങ്ങൾ കൊടുക്കാൻ. അപ്പോൾ അതിൻ്റെ ഒരു ഡിലേ അല്ലാതെ നോർമലി നമുക്കൊരു എടുക്കാം, ഒരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യാം, നമുക്കൊരു ഏകദേശം ഒരു 10 ദിവസം, അതായത് ഒരു 2-3 ദിവസം നമുക്ക് നെയിമിന് കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടുന്നതിന് വേണ്ടി, പിന്നെ മാക്സിമം ഒരു ആഴ്ച കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നോർമൽ കേസിൽ എന്ത് ചെയ്യാൻ പറ്റും, കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പറ്റും.
പിന്നെ ചില കേസുകളിൽ കമ്പനിയുടെ അതായത് MCAയുടെ വെബ്സൈറ്റിൽ ചില ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. അങ്ങനെ വരുന്ന ഡിലേ അല്ലാതെ നോർമൽ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 10 ദിവസം കൊണ്ട് തന്നെ ഒരു കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രജിസ്റ്റർ ചെയ്യാൻ പറ്റും. പിന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പാൻ കാർഡ് വേറെ എടുക്കണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. പാൻ കാർഡൊക്കെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ കൂടെ തന്നെ പാൻ നമ്പറും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടുന്നതാണ്. ഇതല്ലാതെ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കമ്പനീൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ്, അങ്ങനെ ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ, എന്ത് പർപ്പസിനാണ് കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത്, അതിൻ്റെ ഡീറ്റെയിൽ, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ MOA കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഒരു സ്പെസിഫിക്കലി എന്താണ് ബിസിനസ്സിനെ അപേക്ഷിച്ച് നമുക്ക് ആ ഡീറ്റെയിൽസും കൂടി കൊടുക്കാനുണ്ട്. ഇതാണ് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നോർമലി നമുക്ക് വരുന്നത്. അതുപോലെ അക്കൗണ്ട്സ് ടാക്സ് പരമായുള്ള എല്ലാ സർവീസുകളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്, കർണാടക ഇവിടെയൊക്കെ ഞങ്ങൾ സർവീസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട്സ് ടാക്സ് പരമായുള്ള എന്തെങ്കിലും സർവീസുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യാം.